നമ്മുടെ സാധനയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ മറ്റു പ്രവൃത്തികളെല്ലാം തീരുമാനിക്കാൻ. ഇപ്പം നമ്മൾ ഈ ക്രിയാക്രമങ്ങൾ പറയുന്ന പല ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ അറിയാം. ആചാര്യൻ രാവിലെ കുളിച്ച് വസ്ത്രം ധാരണമൊക്കെ ചെയ്തതിന് ശേഷം നിത്യകർമ്മങ്ങൾക്ക് ശേഷം അവനവൻ്റെ സാധന അനുഷ്ഠിച്ചതിന് ശേഷമാണ് മറ്റെല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കേണ്ടത്. ശരിയാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമുക്ക് മറ്റെന്ത് തിരക്ക് വന്നാലും, ഇപ്പോൾ യാത്ര പുറപ്പെടണമെങ്കിലും മറ്റ് പൂജകളുടെ തിരക്കാണെങ്കിലും എല്ലാം ഈ സാധന ക്രമം അനുസരിച്ച് ബാക്കിയുള്ളതിനെ ചിട്ടപ്പെടുത്തുക എന്നേ ഉള്ളൂ. അതനുസരിച്ചിട്ട് സാധനയും മറ്റല്ല. നമ്മൾ അങ്ങനെ ഒരു മുൻതൂക്കം എടുക്കുക. അപ്പം എല്ലാം നമ്മുടെ സാധകന്മാർക്കെല്ലാം ബാധകമായിട്ടുള്ളൊരു ചിന്തയാണ്. അതാണല്ലോ നമ്മുടെ അടിസ്ഥാനം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്ഷേത്രത്തിലെത്തുന്ന സമയത്ത് ഒരു സമാധാനം കാക്ഷിച്ചുകൊണ്ടാണ് ആൾക്കാരെത്തുന്നത്. അവർക്ക് ആ ബ്ലെസ്സിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പവർ വേണം. ആ പവറാണ് ശാന്തിക്കാരൻ ചെയ്യുന്നതും. അതേപോലെ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി കാരണങ്ങളിൽ ആദ്യം പറഞ്ഞത് ആചാര്യ തപസ അമ്നായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചധ. 5 കാര്യങ്ങൾ പറഞ്ഞു. അതിലാദ്യം പറഞ്ഞത് ആചാര്യ തപസ്സാണ്, പിന്നെ വേദജപം, പിന്നെ ഇവിടുത്തെ നിയമങ്ങളാണ്, ഉത്സവം, അന്നദാനം. പക്ഷെ ഇവിടെ എല്ലാം 5 എണ്ണം പറഞ്ഞെങ്കിലും ആദ്യം പറഞ്ഞത് ആചാര്യൻ്റെ തപസ്. അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് തന്ത്രി പൂജ മിക്ക മഹാക്ഷേത്രങ്ങളിലും ശ്രദ്ധിച്ചറിയാം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പഴയ കാലങ്ങളിൽ ശ്രദ്ധിച്ചറിയാം. ഇപ്പോഴും മഹാക്ഷേത്രങ്ങൾ നടക്കുന്നുണ്ട്. അതിനോട് അടുത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും തന്ത്രിയുടെ പൂജ, സുപ്രീം പ്രീസ്റ്റാണല്ലോ തന്ത്രി. ശരിയാ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണേൽ കാണാം. ദേവൻ്റെ ഗുരുവായിട്ട് കാണാം. അങ്ങനെ ഒരു സങ്കല്പം, ഗുരുവും ശിഷ്യനും എന്നുള്ള ബന്ധമുണ്ട്. പിതൃപുത്ര ബന്ധം പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സഗുണോപാസനയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. കാരണം നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറയാറുണ്ട്, സാറിന് ഒരു പ്രാർത്ഥനാ ഹാളല്ല. നമ്മുടെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ ഒരു ശരീരമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഗർഭഗൃഹം ശിരപ്രോക്തം, ഗർഭഗൃഹം ശിരസാകുന്നു, ഇങ്ങനെ ക്രമത്തിൽ ഓരോന്ന് പറഞ്ഞു വന്നിട്ട് ഇത് ഗോപുരം ദേവപാദം സ്യാൽ, ഒരാളിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ശരീരമായിട്ടാണ്. ആ ക്ഷേത്രത്തെ പോലും നമ്മൾ കല്ലും മരങ്ങളും ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കെട്ടിടത്തെ പോലും നമ്മളൊരു ദേവൻ്റെ ശരീരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രാസാദം അർച്ച എന്ന് പറയുന്നത്, പ്രാസാദം എന്ന് പറഞ്ഞാൽ ശ്രീകോവിലാണ്, അർച്ച എന്ന് പറഞ്ഞാൽ ബിംബമാണ്. ബിംബം എന്ന് പറയുന്നത് ബിംബിക്കുന്നതാണ്, ചൈതന്യത്തെ പ്രതിഫലിക്കുന്ന ബിംബിക്കുന്ന സ്ഥലമാണ്. അല്ലാണ്ട് ആ വെച്ചിരിക്കുന്ന ഇതല്ലല്ലോ. അതിൽ നമ്മളൊരു ഈശ്വരനെ അതിൽ പ്രാണശക്തി കൊടുത്തിട്ട് ആക്കിയെടുത്തിരിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന സംഗതി എവിടെ നിന്നുണ്ടായി? ശരീരത്തിനൊരു ഉദ്ഭവം വേണമല്ലോ. അതെ. അവിടെയാണ് തന്ത്രത്തിൻ്റെ സങ്കീർണമായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഗർഭന്യാസം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അനുജ്ഞ. ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ താന്ത്രികമായിട്ട് ഉപയോഗിച്ചൊരു സാധാരണക്കാരിലേക്ക് എത്തിയൊരു വാക്കാണ്. ഇപ്പം അത് പിന്നീട് നമ്മൾ പല പറഞ്ഞു മനസ്സിലാക്കേണ്ടി വന്നു. ഇത് കേൾക്കുന്ന മാത്രമേ തന്നെ നമുക്ക് മനസ്സിലാവും ഗർഭന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്. ഗർഭം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഗർഭന്യാസം ശരി. അതായത് അച്ഛനും അമ്മയും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്, സന്താനം ഉണ്ടാവുന്നത്. ഇത് അതിൽ നിന്നാണ് ശരീരം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെയും വേണ്ടേ? ഈ ക്ഷേത്രത്തെ നമ്മൾ ശരീരമായിട്ട് കാണുന്നു, ശ്രീകോവിലിനെ നമ്മൾ ദേവൻ്റെ സ്ഥൂല ശരീരമായിട്ട്, പുറത്തുനിന്ന് കാണുന്ന ശരീരമായിട്ടും അകത്തുള്ളത് സൂക്ഷ്മ ശരീരമായിട്ടും, ആ ശരീരത്തിൽ തൊടണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഈ അനുവാദം മേടിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ദേഹത്ത് ഒരാൾ തൊടണം, നമ്മുടെ ദേഹത്തോടെങ്കിൽ നമ്മുടെ ഒരു പെർമിഷൻ വേണമല്ലോ. അവിടെ ദേവനത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള തന്ത്രി കൊടുക്കുന്നു. അതാണ് അനുജ്ഞ. ഇവിടെ അപ്പോൾ ഈ ശരീരം എവിടെ നിന്നുണ്ടാവും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഗർഭന്യാസത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഗർഭന്യാസം എന്ന് പറയുന്നത് രാത്രിയിൽ ചെയ്യുന്നൊരു ക്രിയയാണ്. രാത്രിയിൽ ചെയ്യുന്ന, അപ്പോൾ ഇത് ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമിയെല്ലാം പാകപ്പെട്ടാൽ അവിടെ ഈ ഭൂമിയിൽ ഒരു ഗർഭന്യാസം എന്ന് പറഞ്ഞ് ചടങ്ങ് ചെയ്യണം. അത് ആചാര്യൻ രാത്രിയിൽ മുട്ടുകുത്തി നിന്ന്
ഗർഭന്യാസം എന്നൊരു ക്രിയയുണ്ട്. ബീജങ്ങളൊക്കെ നിറച്ചിട്ടുള്ളൊരു പാത്രം നിക്ഷേപിക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ പ്രകൃതിയാണ് അവിടെ സ്ത്രീ, ഈ ഭൂമി, ഭൂമിയെയാണ് അവിടെ പ്രകൃതിയായിട്ട് സങ്കല്പിക്കുന്നത്. അവിടെ പുരുഷൻ്റെ കർത്തൃത്വമാണ് ആചാര്യന് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ സ്ത്രീ പുരുഷ സംഗമം നടക്കുകയാണ്. ശരിയാണ്. ആ ന്യാസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ വളർന്നു വരുന്ന പുരുഷനാണ്, ക്ഷേത്രപുരുഷനാണ് ഈ ആചാര്യൻ്റെ പുത്രൻ. അങ്ങനെയാണ് ഈ പിതൃബന്ധം വരുന്നത്. നമ്മുടെ കേരളത്തിലറിയാലോ, പിതൃദായ ക്രമം അനുസരിച്ചിട്ട് ആ പിതാവിൻ്റെ കുടുംബത്തിന് എത്ര കണ്ട് പ്രാധാന്യം ഉണ്ടാവും. അതെ. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അത് വെറുതെ ഒരു കൽപ്പനയല്ല, അതിന് സാങ്കേതികമായിട്ട് തന്നെ ശാസ്ത്രം അതിനൊരു ഒരു ആവിഷ്കാരം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ പറയുക അതല്ല. ശാസ്ത്രയുക്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ ക്ഷേത്രാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്കതിൻ്റെ തത്വം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ചെറിയൊരു പാകപ്പിഴ പറ്റുന്ന എവിടെയാണെന്നറിയാമോ? ഈ നിർഗുണോപാസനയും സഗുണോപാസനയും തമ്മിൽ ഏത് സമയത്താണ് യോജിപ്പിക്കേണ്ടതെന്നോ ഏത് സമയത്താണ് ഒഴിവാക്കേണ്ടതെന്നോ അറിയില്ല. നമ്മളിപ്പോൾ പറയാം അങ്ങനൊരു ഈശ്വരനുണ്ടോ, ഈശ്വരന് അച്ഛനുണ്ടോ, അങ്ങനെ ഈശ്വരനെ നമുക്ക് അങ്ങനെ ഈശ്വരൻ്റെ അച്ഛനാവാൻ പറ്റുമോ? ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഇതൊരു ഫുട്ബോളും വോളിബോളും പോലെയാണ്. രണ്ടും പന്ത് കളിയാണ്, ശരിയാണ്. പക്ഷെ രണ്ടും വ്യത്യസ്ത നിയമമാണ്. ശരി. ഒന്ന് ഫുട്ബോളാണ്, കൈകൊണ്ട് തൊട്ടാൽ ഫൗളാണ്. ശരി. വോളിബോൾ കളിക്കുമ്പോൾ സംഗതി ബോളാണ് കളിക്കുന്നതെങ്കിലും കാലുകൊണ്ട് തൊട്ടാൽ ഫൗളാണ്. അതെ. ഇത് മൂന്നാമതൊരാൾ കണ്ടിട്ട് പറയുകയാണ് ഇത് പന്ത് കളിയല്ലേ. ശരിയാ. ഈ രണ്ട് റൂളാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നിർഗുണോപാസനയും സഗുണോപാസനയും രണ്ടാണ്. അത്രയും ലെവലിലെത്തിയ ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. ക്ഷേത്രത്തിൻ്റെ തന്നെ ആവശ്യമില്ല, ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട്. പറഞ്ഞ പോലെ സെൽഫ് റിയലൈസേഷൻ കിട്ടിയ ആൾക്കാരുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ചില ആൾക്കാർ പ്രകൃതിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടാണ് അവർ ആത്മസാക്ഷാത്കാരം നേടുന്നത്. ഹിമാലയത്തിലോ അതൊന്നും ക്ഷേത്രമല്ല, പുണ്യസങ്കേതങ്ങളാണ്. പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങി ക്ഷേത്രങ്ങൾ പല ഏകാന്തവാസങ്ങളിലിരുന്ന് മരത്തിൻ്റെയും മണ്ണിലും ഇരുന്നിട്ടാണ് അവർ തപസ് ചെയ്യുന്നത്. അവർക്ക് അതാണ് ക്ഷേത്രം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതിനെ നമ്മുടെ ഓരോന്നിനെയും പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു തന്ത്രി, നമ്മുടെ ഇപ്പോൾ വിഷയം അതാണല്ലോ, ക്ഷേത്രത്തിലെ തന്ത്രി എന്ന് പറയുന്നത് പരമാധികാരം കൈയാളുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്ത് വേണം? ആ ശാസ്ത്രത്തിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ, അങ്ങനെ ആ സങ്കല്പം അതാണ്, ലോകാനുഗ്രഹ ഹേത്വർത്ഥം, ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ക്ഷേത്രപ്രതിഷ്ഠയിലും തുടർന്നുള്ള കാര്യങ്ങളിലും പങ്കാളിയാവണം. അതുകൊണ്ടാണ് നമ്മൾ ആ ആചാര്യനെ, ക്ഷേത്രം തന്ത്രിയെ അത്രയധികം നമ്മൾ വിലമതിക്കുന്നത്. കാരണം എനിക്ക് സാധന ചെയ്ത് ഞാൻ സ്വന്തമായിട്ടിരുന്നാൽ മതി. ശരി. എൻ്റെ സാധനാശക്തിയെ ഞാൻ മറ്റൊരു ഉപാധിയും കൂടെ കാരണമാക്കിയെടുത്ത് അതിൽ നിക്ഷേപിച്ച് ലോകത്തുള്ള എല്ലാവർക്കും സുഖം വരട്ടെ എന്നുള്ള നിലയ്ക്ക് അതിനെ ആവിഷ്കരിക്കുന്നു എന്നുള്ളിടത്താണ് തന്ത്രിയുടെ സ്ഥാനം വരുന്നത്. ശരി. അപ്പം ആ നിലയ്ക്ക് നോക്കുമ്പോൾ പൊതുവെ ക്ഷേത്രത്തിൽ പല അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ക്ഷേത്രം തന്ത്രിക്കുണ്ടാവും. നമ്മളിപ്പോൾ അടുത്ത കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പല കാര്യങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും സുപ്രീം പ്രീസ്റ്റ് ആണെന്നർത്ഥം അദ്ദേഹം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.